വന്നിട്ട് ഒരാഴ്ചയായിട്ട് വീട്ടിൽ അത്യാവശ്യം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മണി പ്ലാന്റ് നടാമെന്ന് വിചാരിച്ചത്. രാവിലെ ഏട്ടനും തമ്പുരും പോയി കഴിഞ്ഞിട്ട് എൻ്റെ പണികളും എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് ഇന്ന് ഇത് ചെയ്തങ്ങ് വെക്കാമെന്ന് വിചാരിച്ചത്. മണി പ്ലാന്റ് നടുന്ന പോട്ട് ഓൺലൈനിൽ നോക്കി വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേ സാധനം വാങ്ങാൻ വേണ്ടി സ്മാർട്ടിൽ ചെന്നപ്പോൾ അവിടെ ഓഫറിലിരിക്കുന്നു. പിന്നെ അവിടുന്ന് തന്നെ അങ്ങ് വാങ്ങി. വീട്ടിൽ ഒരുപാട് ടൈപ്പ് മണി പ്ലാന്റ് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലൈറ്റ് ഗ്രീൻ കളറായിരുന്നു. അത് പക്ഷേ അമ്മ എടുക്കാനായിട്ട് സമ്മതിച്ചതുമില്ല. ഞാൻ പിന്നെ അമ്മ കാണാതെ ഒരു തണ്ട് എടുത്തിട്ട് വേരുള്ളത് 3ആയിട്ട് വെച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ്. ഈ ഇലയ്ക്ക് അവിടെ നിന്ന മണി പ്ലാന്റിൻ്റെ എല്ലാ ഇലകളെക്കാട്ടിലും കുറച്ച് കാണാൻ ഭംഗി കൂടുതലും ഉണ്ടായിരുന്നു, കുറച്ച് വലിപ്പം കൂടുതലും ഉണ്ട്. നല്ല വെയിലത്തോട്ട് മണി പ്ലാന്റ് എല്ലാം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കൊറിയർ വന്നത്. ഈ ഒരു സാധനം ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ട് ഇതിൻ്റെ ഭംഗി കാരണം വാങ്ങിച്ചതാണ്. ഒരു 2 സെറ്റ് സ്പൂണും 2 സെറ്റ് സ്ട്രോയും കൂടെ. സ്ട്രോ എന്തായാലും വാങ്ങണമെന്ന് വെച്ച് തന്നെ ഇരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വാഷ് ചെയ്യുന്ന ബ്രഷും കൂടെ ഉണ്ട്. സ്ട്രോ വാഷ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ബ്രഷും കൂടെ ഉണ്ട്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആയിരുന്നു ഇത് രണ്ടും. എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ സ്പൂണും രണ്ടും കൂടെ ആയിരുന്നു 163 രൂപയോ മറ്റോ ആയത്. ഞാൻ ഈ സ്പൂണ് മാത്രം വാങ്ങാമെന്ന് വെച്ചിട്ടായിരുന്നു ആദ്യം നോക്കിയത്. പക്ഷേ അപ്പോഴേ സ്ട്രോ എന്തായാലും ആവശ്യമായിരുന്നു, വാങ്ങണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു കുഞ്ഞിന്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണ്ടപ്പോൾ പിന്നെ ഞാൻ വെച്ചു അത് രണ്ടും കൂടെ അങ്ങനെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു സ്റ്റാൻഡാണ്. ഇതെനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാരിപ്പെറുക്കി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അധികം സാധനങ്ങളൊന്നും വാങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വാങ്ങി 3 വർഷത്തെ ആയപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാനുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര അത്യാവശ്യമായിരുന്നു. കാരണം ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ എനിക്ക് എപ്പോഴും എടുക്കുന്ന അത്യാവശ്യത്തിനുള്ള പൊടികളുടെയൊക്കെ ബോട്ടിൽസൊക്കെ ഒന്ന് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയത്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് എനിക്കതിനകത്തിൽ അത്യാവശ്യം വേണ്ട പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. രണ്ടുപേരും പോയി കഴിഞ്ഞിട്ട് ഞാനൊരു അരമണിക്കൂർ ടൈം ഇവിടെ വെയിൽ കൊള്ളാൻ വേണ്ടി വന്ന് നിൽക്കും. അപ്പോൾ ഒരു ഗ്രീൻ ടീയോ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളമോ ജീരകവെള്ളമോ എന്തെങ്കിലും ഒരു വെള്ളം എടുത്തിട്ടാണ് വന്ന് നിൽക്കുന്നത്. കുറച്ച് സമയം വെയിൽ കൊണ്ടിട്ടേ ഉള്ളിൽ പോകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ വെയിൽ കൊള്ളുന്നിടത്ത് നിറയെ ഒരു കാട് പോലെ ഒരു ചെടി കിളിച്ച് നിൽക്കുകയാണ്. അപ്പുറത്തെ പറമ്പിലെയാണ്. അതെല്ലാം കഴിഞ്ഞ് ചെടിയൊക്കെ ഒന്ന് നനച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ എനിക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടതൊക്കെ ഒന്ന് പറിച്ചെടുക്കാനുണ്ടായിരുന്നു. തക്കാളിയും കാന്താരിമുളക് പിന്നെ ചീരച്ചേമ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ചെടിയുടെ അടുത്തൊക്കെ എനിക്ക് നിൽക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് സമയമൊക്കെ അവിടെ നിൽക്കും. എല്ലാം കഴിഞ്ഞ് എന്തായാലും ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു 10:30 ആവും. ഫുഡ് കഴിക്കാനല്ലാതെ ഞാൻ പിന്നെ കിച്ചണിൽ കയറുന്ന ഒരു പരിപാടിയില്ല. എനിക്കതിനോട് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം എനിക്ക് ആ സ്വഭാവം കിട്ടിയത് എൻ്റെ അമ്മായിയമ്മ എടുത്തു തന്നിട്ടാണ്. അമ്മ എത്ര വലിയ ജോലി ചെയ്യുവാണെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ തന്നെ നിൽക്കണം, അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെയൊന്നുമില്ല. ഏറ്റവും നേരത്തെ എപ്പം കുക്കിംഗ് എല്ലാം കഴിയുന്നോ അപ്പോഴേ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അതാണ് അമ്മയുടെ സ്വഭാവം. ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും വെളുപ്പിനെ ഒന്നും എഴുന്നേൽക്കുന്ന ആൾക്കാരല്ല. എനിക്ക് 8 മണിക്ക് പോകണമെങ്കിൽ ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ 7 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. അമ്മയെല്ലാം അരിഞ്ഞു പെറുക്കി എനിക്ക് കുക്ക് ചെയ്യാൻ പാകത്തിനാക്കി എല്ലാ സംഭവവും ചെയ്തു തരും. ആ ടൈമിലാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ജോലിയും കഴിയുമായിരുന്നു. ഇവിടെ കിച്ചണിൽ ഞാൻ പിന്നെ കയറേണ്ട ആവശ്യം വരുന്നത് കുഞ്ഞുച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ സ്നാക്സ് എന്തെങ്കിലും വേണം. ചിലപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്തെങ്കിലുമൊക്കെ, പിന്നെ എന്തെങ്കിലും ഇരിക്കുന്നതൊക്കെ ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ട് 3-4 ദിവസമായി. പക്ഷെ ഞാൻ ബോട്ടിൽസ് എല്ലാം ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം എല്ലാം ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഇത്രയും ലേറ്റ് ആയത്. അത്യാവശ്യത്തിന് എടുക്കാനുള്ള പൊടികളൊക്കെ നേരത്തെ തന്നെ ചെറിയ ബോട്ടിലാക്കി വെച്ചു. പിന്നെ ഈ പയറ്, ഉഴുന്ന്, കടല, തുമര അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് ഇട്ട് വെച്ചത്. ബോട്ടിലെല്ലാം കഴുകി നല്ല വെയിലത്ത് തന്നെ ഉണങ്ങി കിട്ടണമായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ 2-3 ദിവസം ഇതെല്ലാം കഴുകി വെച്ചിട്ട് ഒരു മഴയുടെ കോളുണ്ടായിരുന്നത് കൊണ്ട് ഒന്നും ഉണങ്ങിയില്ലായിരുന്നു. പിന്നെ ഇന്നായപ്പോൾ എല്ലാ സാധനങ്ങളും ഉണങ്ങി കിട്ടി. അപ്പോൾ ഞാൻ വൈകിട്ട് തന്നെ എല്ലാം ഇട്ട് വെച്ചു. ഈ ഒരു സ്പൂണ് ഞാൻ ടൗണിലെ ഒരു ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഭയങ്കര വിലക്കുറവിന് കിട്ടിയതാണ്. ഒരു 27 രൂപയോ 30 രൂപയോ എന്തോ ആയിട്ടേ ഉള്ളൂ ഇത്രയും സ്പൂണിനും കൂടെ. അപ്പോൾ ഞാൻ പൊടിക്കകത്തിലൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് പ്ലാസ്റ്റിക് സ്പൂണെല്ലാം മാറ്റിയിട്ട് ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ സ്പൂണാക്കി. ഉപ്പിടാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 5 ഭരണിയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും. ഉപ്പ് ഭരണിക്കൊന്നും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷേ ഈ മൂടി ഞാൻ എടുക്കുമ്പോഴെല്ലാം താഴെ വീണ് പൊട്ടിപ്പോവും. ഇതിന് മൂടി താഴെ വീണ് പൊട്ടരുതെന്ന് പറഞ്ഞാണ് ഇത്തവണ വാങ്ങിച്ചത്. പക്ഷേ ഇതിനി എന്താവുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ധൃതി വെച്ച് രാവിലെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് താഴെ വീണ് പോകുന്നതാണ്.
ഈ ഒരു ഭരണി ഞാൻ ഷോപ്പിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിന് പക്ഷേ വേറൊരു കടയിൽ ചെന്നപ്പോൾ ഭയങ്കര വില കണ്ടു. ഇവിടെ വന്നപ്പോൾ 100 രൂപ താഴെയുള്ളൂ. വേറെ ഒരിടത്ത് ചെന്നപ്പോഴാണ് 160 150 ഒക്കെ കണ്ടത്. അപ്പോൾ ഞാൻ വിലക്കുറവ് കണ്ടപ്പോൾ പിന്നെ അവിടുന്ന് തന്നെ അങ്ങ് വാങ്ങി. ഈ ഒരു കുഞ്ഞു സ്പൂൺ ഞാൻ ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അവിടെ അതിന് 10 രൂപയോ അത്ര എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൈഡിൽ ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ആ ഒരു സ്പൂണ്. പയറും കടലയും തുമരയും ഉഴുന്നും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയും വെച്ചു. ഞാൻ വിചാരിച്ച ചെറിയ ബോട്ടിലെല്ലാം നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച ആ സ്റ്റാൻഡിലും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ബോട്ടിലൊക്കെ ഇരുന്നിടമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഞാൻ ഇവിടോട്ടായിരുന്നു അത്യാവശ്യത്തിന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ അടുക്കളയുടെ വിൻഡോയും ഒന്ന് തുടച്ചെടുത്തിട്ട് ആ ക്ലീനിങ് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. ഞാൻ ഈ പഞ്ചവത്സര പദ്ധതികളായിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഓരോ പോർഷനായിട്ട് ഓരോ ദിവസം തീർക്കത്തുള്ളൂ. ഇല്ലാതെ ഒറ്റയടിക്കൊരു റൂം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കത്തതുമില്ല, ഞാൻ വയ്യാതാവുകയുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് ഓരോ ദിവസം ഓരോ മടുക്കാതെ ഓരോ പണികളായിട്ട് ചെയ്യുകയും ചെയ്യാം. ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് എഴുന്നേറ്റു, നേരെ പാല് വാങ്ങാനും പോയി.